ഹായ് ഫ്രണ്ട്സ്, വീണ്ടും വെൽക്കം ബാക്ക് ടു ജയം ജനി. കറുപ്പ്. ഇന്നലെ കൂലിയാണെങ്കിൽ ഇന്ന് കറുപ്പ്, ഇന്നലെ രജനീകാന്ത് ആണെങ്കിൽ ഇന്ന് സൂര്യ. ഈ സിനിമ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. കാരണം കുറെ ആൾക്കാർ പറഞ്ഞു വീണ്ടും ബോംബ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ തളർത്താൻ നോക്കുന്ന ആളുകളുണ്ട്. എന്നാൽ RJ ബാലാജി പറഞ്ഞിട്ടുള്ളത് സെമ്മയ റുസിയ ചില സാധനം അയാൾ സമച്ചു വെച്ചിട്ടുണ്ട്. അത് ഗ്യാരണ്ടിയാണ്, കിടലൻ സാധനമായിട്ട് കയ്യിൽ തരുന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് മാസ് ആക്ഷൻ എന്റർടൈനർ, ഫാമിലി എന്റർടൈൻമെന്റ്, എല്ലാത്തിനും കൂട്ടാൻ പറ്റുന്ന ആരാധകർക്ക് അല്ലെങ്കിൽ സൂര്യ ആരാധകർ കൊതിച്ചിരിക്കുന്ന തരം ഒരു പടമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നമുക്ക് നോക്കാം. ടീസർ കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. കറുപ്പ് തമിഴ് ടീസർ അടുത്തല്ലേ, മലയാളമൊക്കെ വന്നിട്ടുണ്ട്. സൂര്യ, RJ, ബി, തൃഷ, സായി അഭ്യങ്കർ, അതാരാ, ഡ്രീം വാരിയർ പിക്ചേഴ്സ്. തമിഴ്നയില് സൂപ്പർ. ഇതാണ് ഇത്തരം ആ തമിഴ് ടച്ചുള്ള പടങ്ങളുണ്ടല്ലോ, അതാണ് ലോക്കൽ ക്യാരക്ടർ. പൊളിക്കും തോന്നുന്നു. നമുക്ക് കണ്ടു നോക്കാം. റെഡി. കർപ്പൂരം കാട്ടി കണ്ണിൽ ഒത്തിക്കുന്ന സാന്തമാണ് സാമി ഇല്ല. പണസാറ വേണ്ടിട്ട് മുളകരച്ച ഉടനെ ന്യായം കൊടുക്കുന്ന മുരടിത്തനമാണ് സാമി. பேரு சரவணன், எனக்கு இன்னொரு பேரு. എന്റെ ലുക്ക്. ഇത് പൊളിച്ചിടോ. பாய், இது நம்ம டைம். செம்ம அடி அடிக்க போறேன். தம்பி, சூப்பரா இருக்குடா. Baby, daddy's home. Wow. വേറെ മാരി ഇറങ്ങല്. എന്താണ് സാധനം? ഇതൊന്നും കൂടി കണ്ടില്ലെങ്കിൽ നഷ്ടമാണ് മക്കളെ. ലൈറ്റ് അതിൻ്റെ ഇടയിൽ ഒന്ന് പോയിട്ടുണ്ട്, എന്നാലും നമ്മൾ കണ്ടിരിക്കും. റെഡി. കർപ്പൂരം കാട്ടി കണ്ണിൽ ഒത്തിക്കുന്ന സാന്തമാണ് സാമി ഇല്ല. പണസാറ വേണ്ടിട്ട് മുളകരച്ച ഉടനെ ന്യായം കൊടുക്കുന്ന മുരടിത്തനമാണ് സാമി. ട്രെയിൻസ് പോലെ രക്ഷയില്ലാട്ടോ. என் பேரு சரவணன், எனக்கு இன்னொரு பேரு. എന്തുണ്ട് பாய், இது நம்ம டைம். செம்ம அடி அடிக்க போறேன். தம்பி, சூப்பரா இருக்குடா. Baby, daddy's home. Please fight me. എന്റെ അമ്മോ, ഒരു കാര്യം സമ്മതിക്കാതെ വയ്യ. സ്ക്രീൻ പ്രസൻസിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇമ്മാതിരി സ്ക്രീൻ പ്രസൻസ് അത് സൂര്യനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമ്മള് ഇപ്പൊ കൂലിന്റെ കാര്യം പറയുമ്പോൾ കൂലി രജനീകാന്ത്, യെസ്, അദ്ദേഹത്തിന്റെ ഒരു ഓറയും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇവിടെ എന്താ പറയുക, പല ടൈപ്പ് ക്യാരക്ടേഴ്സ് ആണ്. ഇതിലിപ്പോ എന്തൊരു ലുക്ക്
പൊളിക്കണി ചെങ്ങൈനെ കാണാൻ. ആ വൈറ്റിൽ നിന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സാധനേ എന്തത് ഈ ചെറിയ സോൾട്ട് ആൻഡ് പെപ്പർ സാധനം, മുടിന്റെ സ്റ്റൈലും മീശ, ഭയങ്കര. എനിക്ക് ആക്ച്വലി ആ കറുപ്പ് ഡ്രസ്സിൽ കാണുന്നതിനേക്കാളും ഭയങ്കര സ്റ്റൈലായിട്ട് തോന്നി വൈറ്റില്. ആൻഡ് ആ ആറ്റിറ്റ്യൂഡും ബേബി ഡാഡീസ് ഹോം എന്ന് പറഞ്ഞ സാധനം, അതുപോലെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ എന്താണ്, അവരുടെ കാലിങ്ങനെ ഓക്കെ ചെരുപ്പിന്റെ അവിടെ ഇങ്ങനെ അടിക്കണ സീൻ ഉണ്ടല്ലോ, ആ ഫ്രെയിം ഒക്കെ എന്ത് രസമാണ് കാണാൻ. RJ ബാലാജി അറിഞ്ഞു പണിയെടുത്തിട്ടുണ്ട്. അത് പുള്ളി ഭയങ്കര കോൺഫിഡൻസിലാണ് ആക്ച്വലി റെട്രോന്റെ ആണ് തോന്നുന്നു ഓഡിയോ ലോഞ്ചിൽ സംസാരിച്ചിട്ടുള്ളത്. ഉറപ്പായിട്ടും കിടറൻ സാധനം തരും. പിന്നെ കുറെ ആളുകൾ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾക്ക് ഡേറ്റ് കിട്ടിയത്, ഞങ്ങളൊക്കെ ഇങ്ങനെ പ്രകടനം ഡേറ്റ് കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഡേറ്റ് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കഥ ഇഷ്ടപ്പെട്ടു, എന്നിൽ വിശ്വസിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ കഥ നല്ലതാണെന്നുള്ള ഒരു സംഭവം. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ എല്ലാ ടീസറും ട്രെയിലറും മാരകമായിരുന്നു. ഈവൻ കങ്കുവ, റെട്രോ, ഔട്ട്സ്റ്റാൻഡിങ് ടീസറും ട്രെയിലറും ആയിരുന്നു. ബട്ട് മൂവിയിലേക്ക് വന്നപ്പോഴുള്ള സംഭവം നമുക്ക് അറിയാലോ. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു മാസ് ഭയങ്കരമായിട്ടുണ്ടാവും. നമ്മൾ നോർമൽ പടം പ്രതീക്ഷിച്ച് പോകണമെങ്കിൽ മിക്കവാറും ഈ രണ്ട് സിനിമ, ലാസ്റ്റ് ഇറങ്ങിയ സിനിമകൾക്ക് അപ്പുറത്തേക്ക് ഒരു പക്ഷെ തരാൻ കഴിയുന്ന സിനിമയായിരിക്കും ദ റിയൽ കംബാക്ക് അദ്ദേഹം നടത്തും ഇതിലൂടെ എന്ന് തന്നെ തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ വിശ്വാസം തോന്നുന്നുണ്ട്. അമ്മതി ഫ്രെയിംസും പാട്ടും ഭയങ്കര ഭീകര ഫീല് അങ്ങനെ തന്നിട്ടുള്ളത്. ആൻഡ് വലിയ എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനം പറയുന്ന കഥയൊന്നുമല്ല, നോർമൽ കഥയാണ്. ഇപ്പോൾ നോർമൽ ക്യാരക്ടർ പൊതുവെ നമ്മൾ തമിഴ് സിനിമകളിൽ പ്രതീക്ഷിക്കുന്ന സാധനം. അതുകൊണ്ട് ഹൈപ്പ് എന്നുള്ളത് ഇപ്പൊ കണ്ടിട്ടുണ്ടാവുന്ന ഹൈപ്പേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഇത് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ വലിയ തള്ളുകളൊന്നുമില്ല. സോ ഇത് കയറി കൊളുത്തും തന്നെയാണ് തോന്നുന്നത്. നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. ആൻഡ് ഇതൊരു കംബാക്ക് ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു.